ഹായ് ഓൾ, വെൽക്കം ടു നീതൂസ് ക്ലാസ് റൂം. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ക്ലാസ് 5 ബേസിക് സയൻസ് ചാപ്റ്റർ 6ൻ്റെ സെക്കൻഡ് പാർട്ടാണ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് ഫ്യൂവൽസ് വരെയാണ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ വീഡിയോ എല്ലാവരും കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. കാണാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ ലിങ്ക് കൊടുക്കാം. അതിൽ നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റ് പാർട്ട് കിട്ടും. ഓക്കെ, ഇതുപോലെ കൂടുതൽ വീഡിയോസ് കറക്റ്റായിട്ട് കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കാൻ ശ്രമിക്കണം. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് ഫ്യൂവൽസ് പറഞ്ഞു. സോളിഡ് ഫോമിലുള്ളത് പറഞ്ഞു, ലിക്വിഡ് ഫോമിൽ, ഗ്യാസ് ഫോമിലുള്ള ഫ്യൂവലുകളെക്കുറിച്ച് പറഞ്ഞു. അതിനൊക്കെ എക്സാമ്പിളും എഴുതി. ഓക്കെ, ദെൻ മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് പിക്ചർ. Observe the picture given below. Look at the changes of fuel usage in trains over time. നോക്കിയേ, ട്രെയിനുകളുടെ പിക്ചർ കൊടുത്തിട്ടുണ്ട്. 3 ടൈപ്പ് ട്രെയിനുകളുടെ പിക്ചർ കൊടുത്തിട്ടുണ്ട് അല്ലേ. അതായത് തുടക്കകാലത്ത് ഉണ്ടായിരുന്നതാണ് ഫസ്റ്റത്തെ, പിന്നെ കുറച്ചും കൂടി ഒന്ന് ഡെവലപ്പായപ്പം അത് കഴിഞ്ഞ് ഇപ്പോൾ നമ്മൾ കറൻ്റായി ഉപയോഗിക്കുന്ന ടൈപ്പ് ഓഫ് ട്രെയിനും കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റത്തെ എന്താണ്? കോൾ ട്രെയിൻ, ദെൻ ഡീസൽ ട്രെയിൻ, ഇലക്ട്രിക് ട്രെയിൻ. അപ്പോൾ എന്താണ് ഫ്യൂവൽ യൂസേജിൽ ഈ 3 ട്രെയിനിലും വന്നിട്ടുള്ള വ്യത്യാസം എന്താ? ഫസ്റ്റത്തെ കോൾ ട്രെയിനിൽ അപ്പോൾ ഫ്യൂവൽ എന്തായിരിക്കും? കോളാണ് അല്ലേ, കൽക്കരി ഉപയോഗിച്ചിട്ട് ഓടുന്ന ട്രെയിനാണ് ആദ്യത്തെ. രണ്ടാമത്തെ ആയപ്പോൾ എന്തായി? ഡീസൽ ട്രെയിനായി, അതായത് ഡീസലാണ് അവിടെ ഫ്യൂവലായിട്ട് ഉപയോഗിക്കുന്നത്. മൂന്നാമത്തെ ഇലക്ട്രിക്. ഇപ്പോൾ ട്രെയിനൊക്കെ എങ്ങനെയാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്? ഇലക്ട്രിസിറ്റി ഉപയോഗിച്ചിട്ടാണ് അല്ലേ. അപ്പോൾ ഇനി ഇതിൽ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. സോ currently, electric trains are common in operation. Electricity is an alternative form of energy which can be used instead of fuels. We can't imagine a life without electricity nowadays. അല്ലേ? അപ്പോൾ ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ എല്ലാ കാര്യത്തിലും കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു സാധനമായിട്ട് മാറിയിട്ടുണ്ട്. നമുക്ക് ഇലക്ട്രിസിറ്റി ഇല്ലാതെ നമുക്കിപ്പോൾ ഒരു ദിവസം പോലും തള്ളി നീക്കുന്നത് ആലോചിക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലായിട്ടുണ്ട് അല്ലേ. പല സമയത്തും നമ്മൾ ഇലക്ട്രിസിറ്റീനെ മാത്രം ഉപയോഗിച്ചിട്ടാണ് നമ്മുടെ വീട്ടിലത്തെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അങ്ങനെയാണെങ്കിൽ വാട്ട് ആർ ദ വേരിയസ് നീഡ്സ് ഇൻ ഹൗസസ് ദാറ്റ് റിക്വയർ ഇലക്ട്രിസിറ്റി? ഇലക്ട്രിസിറ്റി ഉപയോഗിച്ചിട്ട് നമ്മൾ വീട്ടിൽ ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇപ്പം നമുക്ക് ലൈറ്റ് ഇടണമെങ്കിലും, ഫാൻ ഇടണമെങ്കിലും, AC ഇടണമെങ്കിലും, മറ്റേ തുണി വാഷ് ചെയ്യണമെങ്കിലും, വാഷിംഗ് മെഷീൻ ഇടണമെങ്കിലും എല്ലാത്തിനും എന്ത് വേണം? ഇലക്ട്രിസിറ്റി ആവശ്യമായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എല്ലാം അതിൽ പറയാം. ഫോർ കുക്കിംഗ്, ഫോർ ലൈറ്റിംഗ്, ഫോർ ക്ലീനിങ്, ഫോർ വാഷിംഗ്, എല്ലാത്തിനും എന്താവശ്യമുണ്ട്? ഇലക്ട്രിസിറ്റി ആവശ്യമാണ്. ദെൻ അങ്ങനെയാണെങ്കിൽ ഹൗ ഈസ് ഇലക്ട്രിസിറ്റി ജനറേറ്റഡ്? എവിടെ നിന്നാണ് ഈ ഇലക്ട്രിസിറ്റി ഉണ്ടാകുന്നത്? നമ്മളിപ്പോൾ എവിടെ നിന്നാണ് പെട്രോള്, എവിടെ നിന്നാണ് ഡീസൽ, എന്നതിനെക്കുറിച്ചൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു അല്ലേ. അതുപോലെ എവിടെ നിന്നാണ് ഈ ഇലക്ട്രിസിറ്റി വരുന്നത്? ഫസ്റ്റ് വൺ. അപ്പം ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യുന്നതിന് വേരിയസ് മെത്തേഡ്സ് ഉണ്ട്. പല രീതിയിലും നമ്മുടെ രാജ്യത്ത് ഇലക്ട്രിസിറ്റി എന്ത് ചെയ്യപ്പെടുന്നുണ്ട്? ഉണ്ടാക്കപ്പെടുന്നുണ്ട്. അതിലത്തെ ഫസ്റ്റ് മെത്തേഡ് ഹൈഡ്രോ ഇലക്ട്രിസിറ്റി. ഹൈഡ്രോ ഇലക്ട്രിസിറ്റി എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഇറ്റ് ഈസ് റിലേറ്റഡ് ടു വാട്ടർ അല്ലേ. ഹൈഡ്രോ മീൻസ് വാട്ടർ ആണ്, വാട്ടർ റിലേറ്റഡ് ആണ്. അപ്പോൾ ഹൈഡ്രോ ഇലക്ട്രിസിറ്റി. ദെൻ ഇവിടെ ഒരു ആക്ടിവിറ്റി പറയുന്നുണ്ട് നിങ്ങൾക്ക്. വി ക്യാൻ കൺസ്ട്രക്ട് എ മോഡൽ ഓഫ് എ ടർബൈൻ ഓർ വാട്ടർ വീൽ ആൻഡ് കണ്ടക്ട് ആൻ എക്സ്പെരിമെൻറ്റ് ആസ് ഷോൺ ഇൻ ദ പിക്ചർ. അവിടെ ഒരു പിക്ചർ കൊടുത്തിരിക്കുന്നത് നോക്കൂ. അതായത് ഏതൊരു ഇലക്ട്രിക് പവർ പ്ലാന്റിലാണെങ്കിലും, അതായത് ഏത് തരത്തിൽ ഇലക്ട്രിസിറ്റി ഉൽപ്പാദിപ്പിക്കുന്ന സ്ഥലത്താണെങ്കിലും ബേസിക്കായിട്ട് അവിടെ സംഭവിക്കുന്നത് അവിടെ ഒരു ടർബൈൻ ഉണ്ടാവും. അതായത് കറങ്ങുന്ന ഒരു വലിയ വീല് പോലത്തെ സാധനം, അതാണ് ടർബൈൻ. ഈ ടർബൈൻ കറങ്ങുമ്പോൾ ആ ടർബൈനോട് ഘടിപ്പിച്ചിരിക്കുന്ന ഒരു ജനറേറ്റർ ഉണ്ടാവും. ആ ജനറേറ്ററും വർക്ക് ചെയ്യുന്നു. അതിൽ നിന്ന് എന്ത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു? ഇലക്ട്രിസിറ്റി ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. അങ്ങനെയാണ് ബേസിക്കായിട്ട് ഇതിൻ്റെ ഒരു പ്രിൻസിപ്പിൾ. അപ്പോൾ ഈ ടർബൈൻ കറക്കുക എന്ന് പറയുന്നത് ഇത് വലിയൊരു ടർബൈനാണ്, മനുഷ്യന്മാർക്ക് പോയി നിന്ന് കറക്കാൻ പറ്റുന്ന സാധനമല്ല. അപ്പോൾ ഈ ടർബൈൻ കറക്കാൻ വേണ്ടുന്ന എനർജിയാണ് നമ്മൾ ഈ വെള്ളത്തിൽ നിന്നാണെങ്കിലും വേറെ എന്തെങ്കിലും മെത്തേഡ്, കാറ്റാണെങ്കിൽ കാറ്റിൽ നിന്നാണെങ്കിലും ഒക്കെയുള്ള എനർജി നമ്മൾ ഉപയോഗിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഈ ടർബൈൻ കറക്കാൻ വേണ്ടിയിട്ടാണ്. ഈ ടർബൈൻ കറക്കിയിട്ട് എന്നിട്ട് വേണം അതിൻ്റെ ഭാഗമായിട്ട് ഘടിപ്പിച്ചിട്ടുള്ള
എന്തും കറങ്ങും, അപ്പോൾ ജനറേറ്ററും കറങ്ങും ആൻഡ് അതിൽ നിന്ന് ഇലക്ട്രിസിറ്റി ഉൽപ്പാദിപ്പിക്കപ്പെടും. അതാണ് ഒരു ഇലക്ട്രിസിറ്റി ഉണ്ടാക്കുന്ന സ്ഥലത്ത് ബേസിക്കായിട്ട് നടക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യാൻ പോണത് ഒരു വാട്ടർ ടർബൈൻ്റെ, വാട്ടറിൻ്റെ പവറിൽ കറങ്ങുന്ന ടർബൈൻ അഥവാ വാട്ടർ വീലിൻ്റെ ഒരു മോഡൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. റൈറ്റ് ഡൗൺ നോട്ട്സ് ഓൺ ദ കൺസ്ട്രക്ഷൻ ഓഫ് ദ മോഡൽ ഇൻ യുവർ സയൻസ് ഡയറി. ദെൻ അതിൻ്റെ കൺസ്ട്രക്ഷൻ നോട്ട് സയൻസ് ബുക്കിൽ എഴുതുക. ആൻഡ് അതിൽ എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യേണ്ടതെന്നുള്ളത് താഴെ കൊടുത്തിട്ടുണ്ട്. നെയിം ഓഫ് ദ എക്യുപ്മെൻറ്റ്, ഒബ്ജക്റ്റീവ് ഓഫ് ദ കൺസ്ട്രക്ഷൻ, മെറ്റീരിയൽസ് റിക്വയർഡ്, ഡയഗ്രാം, സ്റ്റെപ്സ് ഓഫ് ദ കൺസ്ട്രക്ഷൻ, ഇതൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് എഴുതേണ്ടത്. അപ്പം ഞാനൊരു മോഡൽ ഇവിടെ കൊടുക്കാം. ഇതേപോലെ നിങ്ങൾക്കും ഇതിൽ ആഡ് ചെയ്യേണ്ടതൊക്കെ ചെയ്തിട്ട് എഴുതാവുന്നതാണ്. ഓക്കെ, സോ നെയിം ഓഫ് ദ എക്യുപ്മെൻറ്റ് നമുക്ക് എന്തെഴുതാം? ടർബൈൻ ഓർ വാട്ടർ വീൽ എന്ന് എഴുതാം. അതാണ് നമ്മൾ ഉണ്ടാക്കുന്ന സാധനം. ദെൻ വാട്ട് ഈസ് ദ ഒബ്ജക്റ്റീവ് ഓഫ് കൺസ്ട്രക്ഷൻ? ടു ഡെമോൺസ്ട്രേറ്റ് ദ വർക്കിംഗ് ഓഫ് ടർബൈൻ. ടർബൈൻ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ മോഡൽ ഉണ്ടാക്കുന്നത്. ദെൻ എന്തൊക്കെ മെറ്റീരിയൽസ് നമുക്ക് ഉപയോഗിക്കാം? നിങ്ങൾക്ക് ആ പിക്ചർ നോക്കിയിട്ട് മെറ്റീരിയൽസ് എന്തൊക്കെ വേണമെന്ന് എടുക്കാവുന്നതാണ് കേട്ടോ. എന്തൊക്കെ പറയാം? ദെൻ അടിയിൽ വെക്കാനൊരു പ്ലാസ്റ്റിക് ട്രേ വേണം. ദെൻ ഒരു പീസ് ഓഫ് വുഡ് പറയാം, പീസ് ഓഫ് കാർഡ്ബോർഡ് പറയാം. ദെൻ കുറച്ച് പ്ലാസ്റ്റിക് സ്പൂണുകൾ വേണം അല്ലേ? ഒരു വാട്ടർ ബോട്ടിൽ വേണം. ആ വാട്ടർ ബോട്ടിൽ എങ്ങനെയായിരിക്കണം? അതിൻ്റെ നോസിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ, സ്പീഡ് കൂട്ടാനും കുറയ്ക്കാനും പറ്റുന്ന നോസിലുള്ള ഒരു വാട്ടർ ബോട്ടിൽ വേണം. ഇത്രയും കാര്യങ്ങളൊക്കെ നമുക്ക് പറയാം. പിന്നെ ആ സ്പൂണ് അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പ്ലാസ്റ്റിക് പൈപ്പ് പോലെ, പ്ലാസ്റ്റിക് സ്ട്രോ പോലെ എന്തെങ്കിലും അതും പറയാം കേട്ടോ. ദെൻ സ്റ്റെപ്സ് ഓഫ് കൺസ്ട്രക്ഷൻ, എന്തൊക്കെ സ്റ്റെപ്സ് പറയാം? ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം? ഒരു കാർഡ്ബോർഡ് പീസ് കട്ട് ചെയ്തിട്ട്, കട്ട് ദ കാർഡ്ബോർഡ് പീസ് ഇൻ എ റെക്റ്റാങ്കിൾ ഷേപ്പ് ആൻഡ് അറ്റാച്ച് ടു ദ വുഡ് പീസ്. അപ്പോൾ നമുക്ക് ആ അടിയിൽ വെക്കുന്ന ഭാഗം എന്താക്കാം? വുഡ് പീസ് ആക്കാം. ട്രേയിലിരിക്കുന്ന ഭാഗത്തിന് വുഡ് പീസ് ആക്കിയിട്ട് അതിലേക്ക് എന്ത് കൊടുക്കാം? ഒരു പിക്ചറുള്ള ഷേപ്പിൽ ഒരു കാർഡ്ബോർഡ് കട്ട് ചെയ്തിട്ട് അതിനെ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ദെൻ ആ പ്ലാസ്റ്റിക് സ്പൂണുകളെ നമുക്ക് പിക്ചറിൽ കാണുന്ന രീതിയിൽ ഒരു പ്ലാസ്റ്റിക് പൈപ്പിൽ എന്തിലെങ്കിലും അറ്റാച്ച് ചെയ്തിട്ട് അതെന്തിനോട് അറ്റാച്ച് ചെയ്യുക? അത് കാർഡ്ബോർഡിൽ ഒരു ഹോൾ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് കയറ്റി വയ്ക്കാം. അതായത് അത് തിരിയാൻ പറ്റുന്ന രീതിയിലായിരിക്കണം. ദെൻ അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്ത് നോക്കാം? അതിനെ ഒന്ന് വർക്ക് ചെയ്യിപ്പിച്ച് നോക്കാം. എങ്ങനെയാണ് വർക്ക് ചെയ്യിപ്പിക്കേണ്ടത്? പ്ലാസ്റ്റിക് ബോട്ടിലിലെ നമ്മുടെ വാട്ടർ ബോട്ടിലിലെ വെള്ളം ആദ്യം സ്പീഡ് കുറച്ചിട്ട് സ്പൂണിലേക്കൊന്ന് കൊടുത്ത് നോക്കുക. ദെൻ സ്പീഡ് കൂട്ടി നോക്കുക. അപ്പോൾ ഓരോ സ്പീഡിലും ഓരോ വേരിയേഷനിലും, അതേപോലെ തന്നെ പല പല ഹൈറ്റിൽ നിന്നും അടുത്ത് വെച്ചിട്ട് ഒഴിച്ച് നോക്കാം. കുറച്ച് ഹൈറ്റ് കൂട്ടി വെച്ചിട്ടും വെള്ളം ഒഴിച്ച് നോക്കുക. ദെൻ ലുക്ക് അറ്റ് ദ ക്വസ്റ്റ്യൻസ്. ഹൗ ഡസ് ദ ടർബൈൻ റൊട്ടേറ്റ്? അപ്പോൾ എങ്ങനെയാണ് ടർബൈൻ കറങ്ങുന്നത്? വെള്ളം വീഴുന്നിട്ട് ആ വെള്ളത്തിൻ്റെ താഴേക്ക് വീഴുന്ന വെള്ളത്തിൻ്റെ ശക്തിയിലാണ് ടർബൈൻ കറങ്ങുന്നത് അല്ലേ? ഡസ് ദ വേരിയേഷൻ ഇൻ ദ ഫോഴ്സ് ഓഫ് ദ ഫോളിംഗ് വാട്ടർ ഇൻഫ്ലുവൻസ് ദ സ്പീഡ് ഓഫ് ദ ടർബൈൻ? അപ്പോൾ താഴേക്ക് വീഴുന്ന വെള്ളത്തിൻ്റെ ഫോഴ്സ് ടർബൈനിൻ്റെ കറക്കത്തിനെ ബാധിക്കുന്നുണ്ടോ? ഉണ്ട്. നല്ല ഫോഴ്സിൽ വെള്ളം വീണാൽ എന്ത് ചെയ്യും? നന്നായിട്ട് കറങ്ങും അല്ലേ? അതേപോലെ വിൽ ദ ചേഞ്ച് ഇൻ ദ ഹൈറ്റ് ഓഫ് ദ ബോട്ടിൽ അഫക്റ്റ് ദ സ്പീഡ് ഓഫ് ദ ടർബൈൻ? ഇപ്പം നമ്മൾ പറഞ്ഞ് പല ഹൈറ്റിൽ പിടിച്ചിട്ട് ഒഴിച്ച് നോക്കാമെന്ന്. അപ്പോൾ ഹൈറ്റും ടർബൈൻ്റെ സ്പീഡും തമ്മിൽ ബന്ധമുണ്ടോ? യെസ്. വെൻ ഹൈറ്റ് ഇൻക്രീസസ് ദ സ്പീഡ് ഓഫ് ദ ടർബൈൻ ഓൾസോ ഇൻക്രീസസ്. ആൻഡ് വെൻ ദ ഫോഴ്സ് ഓഫ് ദ ഫോളിംഗ് വാട്ടർ ഇൻക്രീസസ് ദെൻ ഓൾസോ ദ സ്പീഡ് ഓഫ് ദ ടർബൈൻ ഇൻക്രീസസ്. സോ സ്പീഡും ഹൈറ്റും ഫോഴ്സും ഒക്കെ എന്താണ്? കണക്റ്റഡ് ആണ്. ദെൻ ഇതെന്തിൻ്റെ ഒരു പിക്ചറാണ് താഴെ കൊടുത്തിരിക്കുന്നത്? ഇതൊരു അണക്കെട്ടാണ് അല്ലേ? ഹൈഡ്രോ ഇലക്ട്രിക് പവർ ഇസ് ജനറേറ്റഡ് യൂസിങ് ദ എനർജി പ്രസൻറ്റ് ഇൻ ദ വാട്ടർ സ്റ്റോർഡ് ഇൻ ഡാംസ്. The water is released downwards as per demand to turn the turbines and drive the generator to generate ഇലക്ട്രിസിറ്റി. അപ്പോൾ ഈ ഡാമുകളിൽ എന്താണ് സംഭവിക്കുന്നത്? ഡാമിൽ നല്ല ഹൈറ്റിൽ വെള്ളം കെട്ടി നിർത്തിയിട്ടുണ്ട് അല്ലേ? നമ്മൾ പല ഡാമുകൾ കേട്ടിട്ടുണ്ട്. മുല്ലപ്പെരിയാർ, ഇടുക്കി, മലമ്പുഴ, അങ്ങനെ പല ഡാമുകളും നമ്മുടെ ഇന്ത്യയിൽ ഒരുപാട് വലിയ വലിയ ഡാമുകളുണ്ട്. കേരളത്തിലും ഡാമുകളുണ്ട്. അപ്പോൾ ഈ ഡാമുകളൊക്കെ നിങ്ങൾ വിസിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ പറ്റും, വലിയൊരു വാട്ടർ ബോഡീനെ തന്നെ അവിടെ ഇങ്ങനെ തടഞ്ഞ് സ്റ്റോപ്പ് ചെയ്ത് നിർത്തിയിരിക്കുകയാണ്. അപ്പോൾ അതിൽ നിന്ന് എന്ത് ചെയ്യും? ആവശ്യാനുസരണം വെള്ളം താഴേക്ക് വീഴ്ത്തും.
ഇത്രയും ഹൈറ്റിൽ നിന്ന് വെള്ളം താഴത്തേക്ക് വീഴ്ത്തിയിട്ട് ആ താഴേക്ക് വീഴുന്ന വെള്ളത്തിൻ്റെ ഫോഴ്സ് ഉപയോഗിച്ചിട്ട് അവിടെ എന്തുണ്ടാകും, വലിയ വലിയ ടർബൈനുകൾ ഉണ്ടാവും. അപ്പോൾ ഈ ഡാമുകളിൽ അത് എന്ത് ചെയ്യും, ആ ടർബൈനുകൾ കറങ്ങും. ഈ ടർബൈനുകളോട് ഘടിപ്പിച്ചിട്ട് എന്തും ഉണ്ടാവും, ജനറേറ്ററും ഉണ്ടാവും. അപ്പോൾ ടർബൈൻ കറങ്ങുമ്പം അതിൻ്റെ പവറിൽ എന്ത് കറങ്ങും, വർക്ക് ചെയ്യും, ജനറേറ്റർ വർക്ക് ചെയ്യും ആൻഡ് ഇലക്ട്രിസിറ്റി അവിടെ പ്രൊഡ്യൂസ് ചെയ്യപ്പെടും. ഇതാണ് ഡാമുകളിൽ ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റുകൾ പ്രവർത്തിക്കുന്നത്. ഇത് വെള്ളത്തിൽ നിന്ന് എങ്ങനെ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാം എന്നതാണ് നമ്മളിവിടെ നോക്കിയത്. വെള്ളത്തിൽ നിന്ന് മാത്രമാണോ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്? അല്ല, മറ്റു മെത്തേഡുകളും ഉണ്ട്. ഇലക്ട്രിസിറ്റി ഫ്രം ദ വിൻഡ്, അതാണ് അടുത്ത ടോപ്പിക്. ഇലക്ട്രിസിറ്റി ഫ്രം ദ വിൻഡ്. ഈ പിക്ചർ നോക്കി നോക്കും. ഫസ്റ്റത്തെ എന്താ, പാം ലീഫ് വിൻഡ് ഫാൻ. നമ്മൾ ഇത് കുട്ടിക്കാലത്ത് ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ നമ്മുടെ വീട്ടിലുള്ള ആൾക്കാരൊക്കെ ഇതുപോലത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കി തരാറുണ്ട് അല്ലേ, ഓലയൊക്കെ വെച്ചിട്ട്. ഇതെന്ത് ചെയ്യും, ഇത് നമ്മളിങ്ങനെ കാറ്റത്ത് പിടിച്ച് അത് ഓടിക്കഴിഞ്ഞാൽ അത് കറങ്ങും അല്ലേ, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇനി സെക്കൻഡ് പിക്ചർ നോക്കിയേ. ഇത് നിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ ട്രാവൽ ചെയ്യുമ്പം ഈ തരത്തിലുള്ള കാഴ്ചകൾ കണ്ടിട്ടുണ്ടാവും. ഇതാണ് വിൻഡ് മില്ല്. ഇവിടെ എന്ത് തന്നെയാണ് സംഭവിക്കുന്നത്? Create a fan using palm leaves or paper. Stand outside holding this fan. Does the fan rotate? When does the fan rotate better? അപ്പോൾ അതുപോലെ ഫസ്റ്റത്തെ പിക്ചറിൽ കാണിച്ചിരിക്കുന്ന പോലെ പാം ലീവോ അല്ലെങ്കിൽ പേപ്പറോ വെച്ചിട്ടൊരു ഫാൻ ഉണ്ടാക്കുക. ദെൻ നമ്മൾ ഇത് പിടിച്ച് പുറത്ത് നിന്ന് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, കാറ്റടിക്കുമ്പോൾ അത് കറങ്ങും അല്ലേ. കാറ്റ് നല്ല സ്പീഡിലടിച്ചാൽ എന്ത് ചെയ്യും, നന്നായിട്ട് കറങ്ങും. Wind has the ability to move objects. We can generate electricity utilizing this ability of the wind. When the blades of a windmill rotate, they drive a connected turbine and a generator, and electricity is generated. അപ്പം കാറ്റിന് എന്തുണ്ട്, സാധനങ്ങളെ മൂവ് ചെയ്യിപ്പിക്കാനുള്ള ഒരു എബിലിറ്റി ഉണ്ട്. വിൻഡെന്ന് പറഞ്ഞാൽ, കാറ്റെന്ന് പറഞ്ഞാൽ വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു സാധനമാണ്. അതിനെന്ത് ചെയ്യാൻ പറ്റും, സാധനങ്ങളെ മൂവ് ചെയ്യിക്കാൻ ഉള്ള ഒരു കഴിവുണ്ട്. അപ്പോൾ ഇതുപയോഗിച്ചിട്ട് നമുക്ക് എന്തുണ്ടാക്കാം, ഇലക്ട്രിസിറ്റി ഉണ്ടാക്കാം. അവിടെ എന്താ സംഭവിക്കുന്നത്, ഈ വിൻഡ് മില്ലിൻ്റെ പിക്ചർ നോക്കൂ, ആ ഫാൻ നോക്കൂ, വിൻഡ് ഫാൻ. അതിന് 3 ബ്ലേഡുകളുണ്ട് അല്ലേ. നമ്മൾ സാധാരണ ഫാനിനുള്ളതുപോലെ അതിനും എന്തുണ്ട്, 3 ബ്ലേഡ് ഉണ്ട്. ആൻഡ് ആ ബ്ലേഡുകൾ ഒരു പ്രത്യേക ഷേപ്പിലായിരിക്കും ഉണ്ടാവുക. അതായത് കാറ്റടിക്കുമ്പം കൃത്യമായിട്ട് കറങ്ങാൻ പറ്റുന്ന ഷേപ്പിലാണ് അതിനെ ഉണ്ടാക്കിയിട്ടുണ്ടാവുക. അപ്പോൾ കാറ്റ് നല്ല സ്പീഡിലടിക്കുമ്പം ഈ ഫാനുകളുടെ ഈ ബ്ലേഡുകൾ കറങ്ങും. അപ്പോൾ ഇത് കറങ്ങുമ്പോഴും അതിനോടും എന്ത് തന്നെയാണ് ഘടിപ്പിച്ചിരിക്കുന്നത്, ഒരു ടർബൈൻ ഘടിപ്പിച്ചിട്ടുണ്ടാകും. അപ്പോൾ ഇതിൻ്റെ കറക്കത്തിൽ, ഈ ബ്ലേഡിൻ്റെ കറക്കത്തിൻ്റെ പവറിൽ ടർബൈൻ കറങ്ങുമ്പോൾ അതിനോട് ഘടിപ്പിച്ചിരിക്കുന്ന ജനറേറ്റർ വർക്ക് ചെയ്യപ്പെടും. ജനറേറ്റർ വർക്ക് ചെയ്യുമ്പോൾ എന്ത് പ്രൊഡ്യൂസ് ചെയ്യും, ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യും. ഈ വിൻഡ് മില്ലിൻ്റെ അടുത്ത് കൂടെ നമ്മൾ പോകുമ്പോൾ അറിയാം, ഓരോ വിൻഡ് ഫാനിൻ്റെയും ചോട്ടിൽ ചെറിയൊരു ബിൽഡിംഗ് അല്ല, ഒരു ചെറിയ ഒരു ബോക്സ് പോലെ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ഉള്ളിൽ അതിന് വേണ്ട എക്യുപ്മെൻ്റ് ഒക്കെ വെച്ചിട്ടുണ്ട്. In Kerala, electricity is generated from wind energy in places like Ramakalmede, Kanjikode and Attapadi. അപ്പോൾ കേരളത്തിൽ മെയിനായിട്ട് വിൻഡ് മിൽ ഉപയോഗിച്ചിട്ട് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്ഥലങ്ങൾ എന്ന് പറയുന്നത് രാമക്കൽമേട്, കഞ്ചിക്കോട്, അട്ടപ്പാടി ഈ സ്ഥലങ്ങളിലൊക്കെയാണ് കേരളത്തിലുള്ളത്. നമ്മൾ തമിഴ്നാട്ടിലേക്കൊക്കെ ട്രാവൽ ചെയ്യുമ്പോഴും ഒരുപാട് സ്ഥലങ്ങളിൽ ഇത്തരത്തിലുള്ള വിൻഡ് മില്ലുകൾ കാണാൻ വേണ്ടിയിട്ട് പറ്റും. വൈ ആർ വിൻഡ് മിൽസ് ഇൻസ്റ്റഡ് ഇൻ ദോസ് പ്ലേസസ്? അപ്പോൾ ഈ സ്ഥലങ്ങളിൽ നമ്മൾ വിൻഡ് മില്ലുകൾ സ്ഥാപിക്കാനുള്ള കാരണം എന്താ? അതായത് കാറ്റ് കൂടുതലായിട്ട് കിട്ടുന്ന സ്ഥലമായിരിക്കണം അല്ലേ, അതായത് തുറസായ സ്ഥലങ്ങളായിരിക്കണം, നല്ല കാറ്റ് കിട്ടുന്ന സ്ഥലങ്ങൾ ആയതുകൊണ്ടാണ് ഈ സ്ഥലങ്ങളിൽ ഇങ്ങനെ വിൻഡ് ഫാനുകൾ വെക്കുന്നത്. അല്ല, കാറ്റധികം ഇല്ലാത്ത സ്ഥലത്ത് വിൻഡ് ഫാൻ കൊണ്ടുവച്ചിട്ട് കാര്യമില്ല. Wind is an energy source that humans have used since ancient times. The power of wind was utilized for traveling in rivers and oceans. അപ്പോൾ കാറ്റിൻ്റെ ശക്തി എന്ന് പറയുന്നത്, കാറ്റിൻ്റെ ശക്തി പണ്ടുകാലം മുതലേ ഒരുപാട് കാലങ്ങൾക്ക് മുൻപ് തന്നെ മനുഷ്യന്മാർ ഉപയോഗിക്കുന്നുണ്ട്. എന്തിനാ? ഇലക്ട്രിസിറ്റി ഉണ്ടാക്കാനാണോ? അല്ല, പക്ഷേ നമ്മൾ ട്രാവലിങ്ങിന് വേണ്ടിയിട്ട്, അതായത് കടലിലും മറ്റേ കായലുകളിലും അല്ലെങ്കിൽ കടലിലും പുഴകളിലും ഒക്കെ ട്രാവൽ ചെയ്യണ സമയത്ത് പായ്ക്കപ്പലുകളും പായ് വഞ്ചികളൊക്കെ ഉണ്ടായിരുന്നു. കാരണം അന്ന് ഇതുപോലെയുള്ള വലിയ ഷിപ്പുകളും മറ്റേ എഞ്ചിനുകളും ഒന്നും ഇല്ലാത്ത സമയത്ത് കാറ്റിൻ്റെ ശക്തി മാത്രം ഉപയോഗിച്ചിട്ട് ഒരുപാട് ദൂരം സഞ്ചരിച്ചിട്ടുള്ള യാത്രികരുണ്ട്. കാറ്റിൻ്റെ ദിശയ്ക്കനുസരിച്ചിട്ട് കൺട്രോൾ ചെയ്തിട്ട് പോയിട്ടുണ്ടായിരുന്ന കാലമുണ്ടായിരുന്നു.
ദെൻ സ്റ്റോംസ് കോസ് ഡാമേജസ് ആൻഡ് കലാമിറ്റീസ് ആസ് ദേ ആർ റിച്ച് ഇൻ എനർജി. ഇനി കാറ്റിന് കുറച്ചും കൂടി ശക്തി കൂടിക്കഴിഞ്ഞാലോ അത് കാറ്റ് പോയിട്ട് എന്തായിട്ട് മാറും? കൊടുങ്കാറ്റ്, സ്റ്റോംസ് ആയിട്ട് മാറും. അപ്പോൾ അത് എന്തായിട്ട് മാറും? അത് ഒരുപാട് നാശനഷ്ടങ്ങൾക്കും അതേപോലെ പ്രകൃതി ദുരന്തങ്ങൾക്കും ഒക്കെ കാരണമായിട്ട് മാറും. കാരണം സ്റ്റോമും കൂടിയായി, കാറ്റിന് ഓൾറെഡി എനർജി ഉണ്ട്, അത് സ്റ്റോമായി മാറുമ്പോൾ അതിൻ്റെ എനർജി ഒരുപാട് കൂടുതലാണ്. അപ്പോൾ അത് ദോഷമായിട്ടുള്ള അത് ഭവിക്കും. Nowadays, the possibility of storms can be predicted through weather forecasting and warnings. അപ്പോൾ ഇന്നത്തെ കാലത്തുള്ള എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു കൊടുങ്കാറ്റ് ഉണ്ടാകുന്നതിന് മുന്നേ തന്നെ ഇന്ന കാറ്റ് വരാൻ സാധ്യതയുണ്ട്, ഇന്ന സമയത്ത് ഇത്ര കിലോമീറ്റർ സ്പീഡിൽ കാറ്റ് വീശാൻ സാധ്യതയുണ്ടെന്നൊക്കെ നമുക്ക് വെതർ ഫോർകാസ്റ്റിംഗ് വെച്ചിട്ട് നമുക്ക് വാണിംഗ് തരും അല്ലേ. നമ്മുടെ മറ്റേ വാർത്താവിനിമയ സംവിധാനങ്ങളും അതുപോലെ കാലാവസ്ഥ നിരീക്ഷണ സംവിധാനങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് അതിനുള്ള മുന്നറിയിപ്പുകൾ കിട്ടും. വി ക്യാൻ റെഡ്യൂസ് ദ റേറ്റ് ഓഫ് കലാമിറ്റീസ് ആൻഡ് ലോസസ് ഇഫ് വി ടേക്ക് പ്രിക്കോഷൻസ് അക്കോർഡിംഗ് ടു ദം. അപ്പോൾ ആ വാണിങ്ങിനനുസരിച്ച് നമ്മൾ മുൻകൂട്ടി പ്രവർത്തിക്കുകയാണെങ്കിൽ നമ്മൾക്ക് അതുകൊണ്ടുണ്ടാകാൻ പോകുന്ന നഷ്ടങ്ങൾ കുറയ്ക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ അതിന് വേണ്ടിയുള്ള മുൻകരുതലുകൾ, മാറി താമസിക്കുക, കടലിൽ പോകാതിരിക്കുക, അങ്ങനെയൊക്കെയുള്ള നിർദ്ദേശങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ന്യൂസ് പേപ്പറിലും TV ചാനലുകളിലൊക്കെ കേൾക്കാറില്ലേ. ഇന്ന പേരൊക്കെ ഉണ്ടാവുമല്ലേ, ഓരോ ചുഴലിക്കാറ്റിനും പേരുണ്ടാവും. ഇന്ന ചുഴലിക്കാറ്റ് ഇത്ര സമയത്തിലെത്തും, അപ്പോൾ കടലിൽ പോകാൻ പാടില്ല, കടൽ തീരത്ത് പോയി നിൽക്കരുത്, മാറി താമസിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള നിർദ്ദേശങ്ങളൊക്കെ ഗവൺമെൻറ് പുറപ്പെടുവിക്കാറുണ്ട്. അപ്പോൾ അത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു സാധനമാണ് കാറ്റ്. അപ്പോൾ കാറ്റ് ഉപയോഗിച്ചിട്ട് നമ്മൾ ഇലക്ട്രിസിറ്റി ഉണ്ടാക്കുന്നു. ദെൻ അടുത്തത് എനർജി ഫ്രം ദ സൺലൈറ്റ്. നമുക്ക് കാറ്റ് പോലെ അല്ലെങ്കിൽ അതിലും പ്രധാനപ്പെട്ട മറ്റൊരു എനർജി സോഴ്സാണ് സൺലൈറ്റ് എന്ന് പറയുന്നത്. കീപ് എ സ്റ്റീൽ വെസൽ ഇൻ എ പ്ലേസ് വെർ സൺലൈറ്റ് ഈസ് അവൈലബിൾ. ടച്ച് ദ വെസൽ ആഫ്റ്റർ സം ടൈം. വാട്ട് ഡിഡ് യു എക്സ്പീരിയൻസ്? ഒരു സ്റ്റീൽ പ്ലേറ്റ്, ഒരു സ്റ്റീൽ പാത്രം നമ്മൾ നല്ല വെയിൽ കിട്ടുന്ന ഒരു സ്ഥലത്ത് കൊണ്ടുപോയി വയ്ക്കുക. കുറച്ച് കഴിഞ്ഞാൽ അതിൽ തൊട്ട് കഴിഞ്ഞാൽ എന്തുണ്ടാവും? നല്ല ചൂടുണ്ടാവും, പൊള്ളണ ചൂടുണ്ടാവും അല്ലേ. അപ്പോൾ എന്താണ് അതിനുള്ള കാരണം? What is the reason? And what will happen if some water is poured into the vessel? അപ്പോൾ അങ്ങനെ ചൂടുണ്ടാവാനുള്ള കാരണം എന്താ? അത് സൺലൈറ്റിൽ നിന്നുള്ള എനർജി വലിച്ചെടുത്തിട്ടാണ് ആ പ്ലേറ്റിൽ എന്ത് പുറപ്പെടുവിക്കുന്നത്? ഹീറ്റ് ഉണ്ടാകുന്നത്. അപ്പോൾ ഇനി നമ്മൾ അതിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കഴിഞ്ഞാലോ, അപ്പോൾ ആ വെള്ളം എന്ത് ചെയ്യും? ചൂടാവും. അപ്പോൾ നമുക്ക് അങ്ങനെ അത് ഉപയോഗിച്ചിട്ട് സൺലൈറ്റിൻ്റെ ചൂട് ഉപയോഗിച്ചിട്ട് നമുക്ക് കുക്കിംഗ് ചെയ്തൂടെ? ഇൻ വാട്ട് വേസ് ആർ ദ എനർജി ഫ്രം സൺലൈറ്റ് യൂട്ടിലൈസ്ഡ്? നമ്മൾ എന്തിനൊക്കെയാണ് സൺലൈറ്റ് എന്നുള്ള എനർജി ഉപയോഗിക്കാറ്? കോമൺ ആയിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമാണല്ലേ, ഫോർ ഡ്രൈയിങ് ഒബ്ജക്ട്സ്, സാധനങ്ങൾ ഉണക്കാൻ, തുണിയാണെങ്കിലും അല്ല വേറെ ഒരുപാട് അരിയാണെങ്കിലും മുളകാണെങ്കിലും ഒക്കെ നമ്മൾ എവിടെ വെച്ചിട്ട് വെയിലത്ത് വെച്ചിട്ട് ഉണക്കാറുണ്ട് അല്ലേ. ദെൻ വേറെ എന്തിനൊക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ട് സൺലൈറ്റ്? ഫോർ ലൈറ്റിംഗ് നമുക്ക് ഉപയോഗിക്കാം, അതുപോലെ ഫോർ കുക്കിംഗ്, ഇതിനൊക്കെ വേണ്ടിയിട്ട് എന്ത് ഉപയോഗിക്കുന്നുണ്ട്? സൺലൈറ്റ് ഉപയോഗിച്ചിട്ട് ചെയ്യാറുണ്ട്. നമുക്ക് വെള്ളം ചൂടാക്കാൻ, നല്ല വെയിലുള്ള സമയത്ത് നമുക്ക് വെള്ളം ചൂടാക്കാൻ എന്ത് ചെയ്താൽ ഈ പുറത്തൊരു പാത്രത്തിൽ വെള്ളം വെച്ചാൽ വേനൽക്കാലത്തൊക്കെ എന്ത് ചെയ്യും? നമുക്ക് വെള്ളമൊക്കെ അങ്ങനെ ചൂടായി കിട്ടും അല്ലേ. നമുക്ക് കുളിക്കാനുള്ള വെള്ളം അടുപ്പിൽ വെച്ച് ചൂടാക്കാതെ നമുക്ക് എന്ത് ചെയ്യാം? പുറത്ത് വെയിലത്ത് കൊണ്ട് വെച്ചാൽ നമുക്ക് പാകത്തിന് ചൂടായി കിട്ടും നല്ല ചൂടുള്ള സമയത്ത്. അല്ലെങ്കിൽ തന്നെ ടാങ്കിൽ കിടക്കുന്ന വെള്ളം പോലും ചില സമയത്ത് നമ്മൾ ഉപയോഗിക്കുമ്പോൾ എങ്ങനെ ഉണ്ടാവും? അത്രയും ചൂടായിട്ടുണ്ടാവും അല്ലേ. അതൊക്കെ എങ്ങനെയാണ്? സൺലൈറ്റിൻ്റെ ഇതിലാണ്. Then devices that use heat from solar energy include solar cookers and solar water heaters. അപ്പം ഇത്തരത്തിൽ സോളാർ എനർജിയിലുള്ള അതിൽ നിന്ന് ഹീറ്റ് എടുത്തിട്ട് ആ ഹീറ്റ് ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഉപകരണങ്ങൾ താഴെ കൊടുത്തിരിക്കുന്നത് നോക്കൂ. ഒന്ന് സോളാർ സ്റ്റൗ അല്ലെങ്കിൽ കുക്കർ, കണ്ടോ? അതിലെങ്ങനെയാണ് ആ സെൻറ്ററിലുള്ള ഭാഗത്ത് എന്ത് ചെയ്യാം? പാത്രം വയ്ക്കാം. അപ്പോൾ ആ ഒരു കുടയുടെ ഷേപ്പുള്ള ഇത് കണ്ടോ? അപ്പോൾ അത്രയും ഭാഗത്ത് വരുന്ന സൺലൈറ്റിൻ്റെയൊക്കെ ആ ചൂട് എവിടേക്ക് കോൺസെൻട്രേറ്റഡ് ആവും? ആ ഒരു സെൻറ്ററിലുള്ള റിങ്ങിലേക്ക് കോൺസെൻട്രേറ്റഡ് ആവും. അതിനെ ആ ഒരു ഷേപ്പിൽ അതുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ അതിൽ നമ്മൾ സാധനം വെച്ച് കഴിഞ്ഞാൽ അത് കൂടുതൽ ചൂട് അബ്സോർബ് ചെയ്തിട്ട് അതിൽ വെക്കുന്ന സാധനം ചൂടാവും, വേവും. ഇനി അതേപോലെ തന്നെ ഇപ്പുറത്തുള്ളത് എന്താണ്? സോളാർ വാട്ടർ ഹീറ്ററാണ് അല്ലേ. വെള്ളം ചൂടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് സോളാർ വാട്ടർ ഹീറ്റർ. ദെൻ വാട്ട് ആർ ദ ഡിവൈസസ് ഇൻ ദ പിക്ചേഴ്സ് ഗിവൺ ബിലോ? ഇനി താഴെ അതുപോലെ കുറച്ച് പിക്ചറുകൾ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള സാധനങ്ങളാണ് അല്ലേ. എന്താണ് ഫസ്റ്റ് വൺ? കാൽക്കുലേറ്റർ, സോളാർ കാൽക്കുലേറ്ററുകൾ. നമ്മളിപ്പോൾ ഭൂരിഭാഗം ഉപയോഗിക്കുന്ന കാൽക്കുലേറ്ററുകളിൽ നമ്മൾ ബാറ്ററി യൂസ് ചെയ്യാറില്ല. അതെന്താണ്? സോളാർ
കാൽക്കുലേറ്ററുകളാണ്. അതിൻ്റെ മുകളിലെ ഭാഗത്ത് എന്തുണ്ടാവും, ഒരു സോളാർ പാനൽ ഉണ്ടാവും. അപ്പോൾ നമ്മൾ സാധാരണയായിട്ട് അത് കുറേ നാൾ ഉപയോഗിക്കാം. ഇനി അതിൻ്റെ ചാർജ് കുറയുന്നു എന്ന് തോന്നി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യണമെങ്കിൽ കുറച്ച് നേരം നല്ല വെയിൽ കൊള്ളിടത്ത് വെച്ചാൽ വീണ്ടും അതെന്താവും, ചാർജായിട്ട് നമുക്ക് പിന്നെയും ഉപയോഗിക്കാം. അപ്പോൾ അത് സോളാർ കാൽക്കുലേറ്ററാണ്. ദെൻ രണ്ടാമത്തെയോ സ്ട്രീറ്റ് ലൈറ്റ് ആണ് അല്ലേ. സോളാർ പാനൽ ഉപയോഗിച്ച്, സോളാർ എനർജി ഉപയോഗിച്ചിട്ട് വർക്ക് ചെയ്യുന്ന സ്ട്രീറ്റ് ലൈറ്റ് ആണ്. അപ്പോൾ പകൽ എന്ത് ചെയ്യും, പകൽ സൺലൈറ്റിൽ നിന്നുള്ള എനർജി വെച്ചിട്ട് ചാർജ് സ്റ്റോർ ചെയ്യും. ദെൻ ആ ചാർജ് വെച്ചിട്ട് രാത്രിയിൽ എന്ത് ചെയ്യും, ലൈറ്റ് തെളിയും. ദെൻ അടുത്തത് എന്ത് തന്നെയാണ്, ഒരു സോളാർ ലാമ്പ് തന്നെയാണ് അല്ലേ. ഒരു എമർജൻസി ലാമ്പൊക്കെ ആയിട്ട് നമുക്ക് ഉപയോഗിക്കുന്ന സോളാർ ലാമ്പാണ്. അതും വെയിലത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചാർജ് ചെയ്യാം. അതേപോലെ രാത്രിയിൽ നമുക്കത് ഉപയോഗിക്കുകയും ചെയ്യാം. അപ്പോൾ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇപ്പോൾ നമ്മൾ ഒരുപാട് കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. നമ്മുടെ വീടുകളിൽ മിക്കവാറും ആൾക്കാരുടെയും വീടുകളിലൊക്കെ ഉണ്ടാവുന്ന സാധനങ്ങളാണ്. So, from where do they get the energy to function? The solar panels in these devices convert sunlight into electricity. അപ്പോൾ എവിടെ നിന്നാണ് ഇവയ്ക്ക് പ്രവർത്തിക്കാനുള്ള എനർജി കിട്ടുന്നത്? അപ്പോൾ ഈ പറയുന്ന ഉപകരണങ്ങളോടൊക്കെ അറ്റാച്ച് ചെയ്തിട്ട് എന്തുണ്ട്, സോളാർ പാനലുണ്ട്. ഈ സോളാർ പാനൽ സൺലൈറ്റിനെ എന്താക്കി മാറ്റും, ഇലക്ട്രിസിറ്റി ആയിട്ട് കൺവേർട്ട് ചെയ്യും. വെൻ സൺലൈറ്റ് ഫോൾ ഓൺ ദ സോളാർ സെൽ ഇൻ ദ സോളാർ പാനൽ ഇലക്ട്രിസിറ്റി ഈസ് ജനറേറ്റഡ്. അപ്പോൾ ഈ സോളാർ പാനലിലുള്ള സോളാർ സെല്ലുകളുണ്ട്, കുഞ്ഞു കുഞ്ഞു സെല്ലുകളുണ്ടാവും. അതിൽ വന്നിട്ട് സൺലൈറ്റ് വീഴുമ്പം അതെന്ത് ചെയ്യും, ഇലക്ട്രിസിറ്റി ആയിട്ട് കൺവേർട്ട് ചെയ്യും. Devices that generate electricity from sunlight are widely used in homes and other establishments. അപ്പോൾ ഇത്തരത്തിലുള്ള സെറ്റപ്പുകൾ വീടുകളിലും അല്ലാതെ ബാക്കി പുറമേയുള്ള ഒരു ഇൻഡസ്ട്രിയൽ ആയിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ ധാരാളമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ദെൻ ഇപ്പോൾ വളരെ പോപ്പുലറായിക്കൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ് ഇലക്ട്രിക് വെഹിക്കിൾസ്. നിങ്ങൾക്കും പരിചിതമായിരിക്കും അല്ലേ. ഇലക്ട്രിക് സ്കൂട്ടറുകളുണ്ട്, ഇലക്ട്രിക് കാറുകളുണ്ട്, ഒക്കെ വളരെ കോമൺ ആയിക്കൊണ്ടിരിക്കുന്ന സമയമാണിത്. അത് നമുക്ക് അതെങ്ങനെ തിരിച്ചറിയാൻ പറ്റും? ഇപ്പോൾ എല്ലാവർക്കും ഇലക്ട്രിക് വെഹിക്കിൾ പെട്ടെന്ന് കണ്ടാൽ മനസ്സിലാവണമെന്നില്ല അല്ലേ. അല്ലാതെ തന്നെ നമുക്ക് ഇലക്ട്രിക് വെഹിക്കിൾ ആണെന്ന് നമുക്ക് മനസ്സിലാക്കാനൊരു പ്രത്യേകതയുണ്ട്. ഓരോന്നിനും നമ്പർ പ്ലേറ്റ് ഉണ്ടാവും. എല്ലാ വണ്ടിക്കും നമ്പർ പ്ലേറ്റ് ഉണ്ടാവും അല്ലേ. ഈ നമ്പർ പ്ലേറ്റിന് ഇലക്ട്രിക് വെഹിക്കിൾസിനാണെങ്കിൽ ഗ്രീൻ കളറിലായിരിക്കും നമ്പർ പ്ലേറ്റ് ഉണ്ടാവുക. അതായത് നമ്മൾ ഇപ്പോൾ ടാക്സിക്കാണെങ്കിൽ യെല്ലോ കളറിലുണ്ടാവും. അതുപോലെ നമ്മുടെ സ്വകാര്യ വാഹനങ്ങൾക്ക്, പ്രൈവറ്റ് വെഹിക്കിൾസിനാണെങ്കിൽ വൈറ്റ് കളറിലുണ്ടാവും. അങ്ങനെ പല പല കളറും ഓരോ കളറും ഓരോന്നിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അതേപോലെ ഗ്രീൻ കളർ എന്തിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? അത് ഇലക്ട്രിക് വെഹിക്കിൾ ആണെന്നാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഇലക്ട്രിക് വെഹിക്കിളുകളുടെ സ്പെഷ്യൽ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? നമുക്ക് എന്തൊക്കെ പറയാൻ പറ്റും? ഒന്ന്, ദേ റൺ ഓൺ ഇലക്ട്രിക് ചാർജ്. അപ്പോൾ അത് എന്ത് ഉപയോഗിച്ചിട്ടാണ് ഓടുന്നത്? ഇലക്ട്രിക് എനർജി, ഇലക്ട്രിക് ചാർജ് വെച്ചിട്ടാണ് ഓടുന്നത്. നമ്മളതിൽ പെട്രോളോ ഡീസലോ അടിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. പകരം എന്ത് ചെയ്താൽ മതി, അത് നമ്മുടെ പവർ പ്ലഗിൽ കൊണ്ടുപോയി കുത്തിയിട്ട് ചാർജ് ചെയ്താൽ മതി. അതിനുള്ള സെറ്റപ്പ് ഉണ്ട് അതിൽ. ദെൻ വേറെ ഒന്ന് നമുക്ക് എന്ത് പറയാം, ദേ ആർ എൻവയോൺമെൻറ്റൽ ഫ്രണ്ട്ലി. അതെന്താണ്, പ്രകൃതിക്ക് വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള സാധനമാണ്. കാരണം അത് പുകയൊന്നും ഉണ്ടാക്കുന്നില്ല, മലിനീകരണങ്ങളൊന്നും ഉണ്ടാക്കുന്നില്ല. ദെൻ അതിനെന്തുമായിരിക്കും, സൗണ്ട് വളരെ കുറവായിരിക്കും. സാധാരണ ഒരു ഡീസൽ പെട്രോൾ വണ്ടികളൊന്നും ഓടുന്ന സൗണ്ട് അതിനുണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ടൊക്കെ അത് ഭയങ്കര എൻവയോൺമെൻറ്റൽ ഫ്രണ്ട്ലിയാണ്. Then observe the types of electric vehicles present in your area and write them in your science diary. അപ്പോൾ നിങ്ങൾക്ക് ഇനി പുറത്ത് പോകുമ്പോൾ ഇത്തരത്തിലുള്ള ഏതൊക്കെ തരം ഇലക്ട്രിക് വെഹിക്കിൾസ് ഉണ്ടെന്ന് നിങ്ങൾക്കൊന്ന് നിരീക്ഷിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ആ പിക്ചർ കൊടുത്തിരിക്കുന്നത് നോക്കൂ. ആ പിക്ചറിൽ പലതരത്തിലുള്ള സോഴ്സസ് ഓഫ് എനർജി കാണിച്ചിട്ടുണ്ട്. വിൻഡ് ഉണ്ട്, അതേപോലെ സോളാർ പാനൽ വെച്ചിട്ടുണ്ട്, ഇലക്ട്രിസിറ്റി കാണിക്കുന്നുണ്ട്. അങ്ങനെ പലതരത്തിലുള്ള ഊർജ്ജ സ്രോതസ്സുകൾ ആ പിക്ചറിൽ കാണിക്കുന്നുണ്ട്. ഓക്കെ, then renewable energy sources. What are the specific features of renewable sources such as sunlight and wind? അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞിരുന്നു നോൺ റിന്യൂവബിൾ എനർജി സോഴ്സസിനെ കുറിച്ച്. എന്തൊക്കെയാണ് ആ നോൺ റിന്യൂവബിൾ എനർജി സോഴ്സസ്? ഡീസൽ, പെട്രോളിയം, അതിൻ്റെയൊക്കെ കാര്യം പറഞ്ഞപ്പോഴാണ് നമ്മൾ നോൺ റിന്യൂവബിൾ എനർജി സോഴ്സാണ് ഇവയെല്ലാം. അതായത് അവയൊന്നും എല്ലാ കാലത്തും അവൈലബിൾ ആയിട്ടുണ്ടാവില്ല, അത് തീർന്നു പോകും എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ റിന്യൂവബിൾ എനർജി സോഴ്സ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? എനർജി സോഴ്സസ് ലൈക്ക് സൺലൈറ്റ് ആൻഡ് വിൻഡ് ഡു നോട്ട് ഗെറ്റ് എക്സോസ്റ്റഡ് ഡ്യൂ ടു കൺസംഷൻ. അപ്പോൾ ഈ സൺലൈറ്റും വിൻഡും ഒക്കെ കുറേ കാലം നമ്മൾ ഉപയോഗിച്ചു എന്ന് വെച്ചാൽ അത് തീർന്നു പോകുന്ന സാധനമാണോ?
അല്ല. അതേസമയം പെട്രോളും ഡീസലും LPG ഒക്കെ തീർന്നു പോകുമെന്ന് നമ്മൾ പറഞ്ഞു. പക്ഷേ ഒരിക്കലും സൺലൈറ്റും വിൻഡും ഒന്നും തീർന്നു പോകാൻ പോകുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ റിന്യൂവബിൾ എനർജി സോഴ്സസ്, അതായത് നമുക്ക് പുനർനിർമ്മിക്കാവുന്നവ, ദീസ് ആർ നോൺ ആസ് റിന്യൂവബിൾ എനർജി സോഴ്സസ്. ദീസ് എനർജി സോഴ്സസ് ഡു നോട്ട് കോസ് എയർ പൊല്യൂഷൻ. അതുകൂടാതെ തന്നെ ഈ റിന്യൂവബിൾ എനർജി റിസോഴ്സസ് എന്താണ്? അവയൊന്നും എയർ പൊല്യൂഷൻ, പ്രകൃതി വായു മലിനീകരണം ഒന്നും ഉണ്ടാക്കാത്ത സാധനങ്ങൾ കൂടിയാണ് റിന്യൂവബിൾ എനർജി സോഴ്സസ്. അപ്പോൾ എന്തുകൊണ്ടും കമ്പാരിറ്റീവ്ലി നോൺ റിന്യൂവബിളിനെ അപേക്ഷിച്ച് നല്ലത് ഏതാണ്? റിന്യൂവബിൾ ആണ്. ദെൻ താഴെ കൊടുത്തിരിക്കുന്ന പിക്ചർ നോക്കൂ. അതെന്തിൻ്റെയാണ്? കൊച്ചിൻ എയർപോർട്ടിൻ്റെയാണ് അല്ലേ? കൊച്ചിൻ എയർപോർട്ടിൻ്റെ പ്രത്യേകത എന്താണ്? കൊച്ചിൻ എയർപോർട്ട് ഈസ് ദ വേൾഡ്സ് ഫസ്റ്റ് ഫുള്ളി സോളാർ പവേർഡ് എയർപോർട്ട്. ദിസ് ഇൻ്റർനാഷണൽ എയർപോർട്ട് ജനറേറ്റ്സ് ദ ഇലക്ട്രിസിറ്റി നീഡഡ് ഫോർ ഇറ്റ്സ് ഓപ്പറേഷൻ യൂസിങ് സോളാർ പാനൽസ്. അപ്പം കൊച്ചിൻ എയർപോർട്ടിന് പ്രവർത്തിക്കാൻ ആവശ്യമായ മൊത്തത്തിലുള്ള ഇലക്ട്രിസിറ്റിയും അവിടെ തന്നെ ഈ സോളാർ പാനലുകളിൽ നിന്ന് അവിടെ തന്നെയാണ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. പുറത്തുനിന്നുള്ള എനർജി അങ്ങോട്ട് എടുക്കുന്നില്ല, അവിടെ തന്നെ ഉണ്ടാക്കുന്നു അവർക്ക് വേണ്ട എനർജി. അപ്പോൾ അങ്ങനെയുള്ള ലോകത്തിലെ ആദ്യത്തെ എയർപോർട്ടാണ് നമ്മുടെ കൊച്ചിയിലുള്ള കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ട്. ദെൻ അടുത്ത ടോപ്പിക്ക് വരുന്നത് ബയോഗ്യാസ് ആണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നിങ്ങളുടെ സ്കൂളുകളിലോ അല്ലെങ്കിൽ വീടുകളിലോ അടുത്ത വീടുകളിലോ അങ്ങനെയൊക്കെ ഇങ്ങനെ ഒരു ബയോഗ്യാസ് സെറ്റപ്പ് ഉണ്ടാവും അല്ലേ? അപ്പോൾ എന്താണ് ഈ ബയോഗ്യാസ് എന്ന് പറഞ്ഞാൽ? വി ക്യാൻ ജനറേറ്റ് ഫ്യൂവൽ ഫ്രം ബയോ വേസ്റ്റ് വിച്ച് കോസ് എൻവയോൺമെൻറ്റൽ പ്രോബ്ലംസ്. ബയോഗ്യാസ് ഇസ് എ ടൈപ്പ് ഓഫ് ഫ്യൂവൽ ഡിറൈവ്ഡ് ഫ്രം ബയോ വേസ്റ്റ്. അപ്പോൾ ബയോഗ്യാസ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്? ബയോ വേസ്റ്റുകളിൽ നിന്നാണ്. ഓർഗാനിക് വേസ്റ്റുകൾ ലൈക്ക് ഫുഡ് പ്രോഡക്ട്സ്, നമ്മുടെ വെജിറ്റബിൾസ് നമ്മൾ ഉപയോഗിക്കുന്നതിൻ്റെ വേസ്റ്റ്, അതേപോലെ കൗഡങ്ങ്, ചാണകം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇത്തരത്തിലുള്ള സാധനങ്ങളൊക്കെ നമ്മൾ പുറത്ത് കളയുമ്പം അതെന്തായിരിക്കും? ഒരു അവശിഷ്ടമായിട്ട് മാറും. അത് പ്രകൃതിക്ക് ചെറിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുണ്ടാക്കും. അപ്പോൾ അതിനു പകരം നമുക്ക് എന്ത് ചെയ്യാം? അതിനെ നമുക്ക് ഈ ബയോഗ്യാസിൽ നിക്ഷേപിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആവശ്യമായ ഗ്യാസ് നമുക്ക് അതിൽ നിന്ന് കിട്ടുകയും ചെയ്യും. അപ്പോൾ പുറത്തുനിന്ന് നമുക്ക് LPG ഒന്നും വാങ്ങിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അതൊരു വളരെ നല്ല കാര്യമാണ് അല്ലേ? വേസ്റ്റ് മാനേജ്മെൻറ്റ് നടക്കും, അതേപോലെ നമുക്ക് ആവശ്യമായ ഗ്യാസും കിട്ടും. ഇനി ഈ ബയോഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് പുറത്തേക്ക് വരുന്ന സ്ലറി ഉണ്ട്. ആ സ്ലറി നമുക്ക് എന്തായിട്ട് ഉപയോഗിക്കാം? ചെടികൾക്കും മരങ്ങൾക്കും ഒക്കെ ഒരു വളമായിട്ടും ഉപയോഗിക്കാം. അപ്പോൾ എന്തുകൊണ്ടും വളരെ നല്ലൊരു കാര്യമാണ് ബയോഗ്യാസ് എന്ന് പറയുന്നത്. വാട്ട് ആർ ദ ബെനിഫിറ്റ്സ് ഓഫ് സെറ്റിംഗ് അപ്പ് ബയോഗ്യാസ് plants in our school and home? It helps to reduce waste. Then it can produce gas for cooking purpose. Then the slurry produced from the biogas plant can be used as a manure for plants. ഇങ്ങനെയൊക്കെ നമുക്ക് എഴുതാവുന്നതാണ്. Now look at the next question. You have learned about different methods of energy production, haven't you? Can these sources satisfy all our energy needs? അപ്പോൾ ഇപ്പം നമ്മൾ പല മെത്തേഡ്സ് ഓഫ് എനർജി പ്രൊഡക്ഷനൊക്കെ പഠിച്ചു അല്ലേ? അപ്പോൾ ഇതൊക്കെ നമ്മുടെ ആവശ്യത്തിനുള്ള എനർജി നീഡ്സിനെ, നമ്മുടെ ഇപ്പോഴത്തെ എനർജി നീഡ്സിനെ സാറ്റിസ്ഫൈ ചെയ്യിക്കാൻ പറ്റുന്നതാണോ? നമ്മുടെ എനർജിയുടെ ആവശ്യം ഡേ ബൈ ഡേ ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ? സോ ദ മെത്തേഡ്സ് പ്രൊവൈഡഡ് ബിലോ ആർ ഓൾസോ യൂസ്ഡ് ഫോർ എനർജി പ്രൊഡക്ഷൻ. അപ്പോൾ നമ്മൾ ഇതുവരെ പഠിച്ചത് കൂടാതെ വേറെയും പലതരത്തിലുള്ള എനർജി പ്രൊഡക്ഷൻ മെത്തേഡ്സ് ഉണ്ട്. അതിൽ ചിലതാണ് താഴെ കൊടുത്തിരിക്കുന്നത്. എന്തൊക്കെയാണ്? തെർമൽ പവർ പ്ലാന്റ്സ് യൂസിങ് ഡീസൽ ആൻഡ് കോൾ. അതായത് ഡീസലും കോളും പെട്രോളിയം അതുപോലെയൊക്കെയുള്ള ഫ്യൂവൽസ് ഉപയോഗിച്ചിട്ട് ടെമ്പറേച്ചർ ഉണ്ടാക്കുക ആൻഡ് ഹീറ്റ് ഉണ്ടാക്കുക. ദെൻ ആ ഹീറ്റ് വെച്ചിട്ട് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുക. അതാണ് എവിടെ നടക്കുന്നത്? തെർമൽ പവർ പ്ലാന്റിൽ നടക്കുന്നത്. താപവൈദ്യുത നിലയങ്ങൾ. ദെൻ അടുത്തതോ ഇലക്ട്രിസിറ്റി ജനറേഷൻ ഫ്രം ടൈഡൽ എനർജി. അത് തിരമാലയിൽ നിന്ന് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുക. അപ്പോൾ കടൽ തീരങ്ങളിലൊക്കെ പ്രാവർത്തികമാക്കാൻ പറ്റുന്നതാണ്. വലിയ വലിയ തിരമാല ഉണ്ടാകുന്ന സ്ഥലങ്ങളിൽ ഇങ്ങനത്തെ പവർ പ്ലാന്റുകൾ വെച്ച് കഴിഞ്ഞാൽ ആ ടൈഡൽ എനർജിയിൽ നിന്ന്, തിരമാലയിൽ നിന്നുള്ള ഊർജ്ജത്തിൽ നിന്ന് എനർജി എടുത്തിട്ട് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുക. ദെൻ ജിയോതെർമൽ എനർജി. ജിയോതെർമൽ എനർജി എന്ന് വെച്ചാൽ ഭൂതാപോർജ്ജം. അതായത് ഭൂമിയുടെ അടിയിൽ ഹോട്ട് സ്പ്രിങ്ങുകൾ, ഒരുപാട് ടെമ്പറേച്ചർ കൂടിയ ഹോട്ട് സ്പ്രിങ്ങുകളൊക്കെ എവിടെ ഉണ്ടാവും? വെള്ളം സ്റ്റോർ ചെയ്തിരിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ ഭൂമിയുടെ ഒരുപാട് അടിയിൽ ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ, അത് എല്ലാ സ്ഥലങ്ങളിലും ഇല്ല, ചില സ്ഥലങ്ങളിൽ അങ്ങനെയുള്ള ഹോട്ട് സ്പ്രിങ്ങുകളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ
വലിയ വെല്ലുണ്ടാക്കി, വലിയ കിണർ പോലെ കുഴിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്നുള്ള ആ ചൂടുവെള്ളം പുറത്തേക്ക് കൊണ്ടുവന്നിട്ട് അപ്പോൾ അതിൽ നിന്ന് എന്തുണ്ടാവും, നീരാവി ഉണ്ടാവും. നല്ല ടെമ്പറേച്ചറുള്ള വെള്ളമാണ്. അപ്പോൾ അതിൽ നിന്നുണ്ടാകുന്ന നീരാവി വെച്ചിട്ട് ആ എനർജിയിൽ മറ്റേ ടർബൈൻ കറക്കുക, എന്നിട്ട് അതിൽ നിന്ന് ഇലക്ട്രിസിറ്റി ഉണ്ടാക്കുക. അതാണ് ഏതിൽ നടക്കുന്നത്, ജിയോ തെർമൽ എനർജി സ്റ്റേഷനിൽ നടക്കുന്നത്. ദെൻ ലാസ്റ്റ് വൺ ന്യൂക്ലിയർ എനർജി മീൻസ് അണുശക്തി. അതായത് നമ്മുടെ യുറേനിയം പോലെയുള്ള മെറ്റീരിയലൊക്കെ ഉപയോഗിച്ചിട്ട് ആ യുറേനിയം ഒക്കെ വിഘടിക്കുമ്പോൾ റേഡിയേഷൻ പുറപ്പെടുവിക്കുന്ന മെറ്റീരിയലാണ്. അതായത് ഇത് വിഘടിക്കുമ്പോൾ ഉണ്ടാകുന്ന എനർജി, അണുശക്തി ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യുന്നു, ഇതേപോലെ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നു. അതാണ് ന്യൂക്ലിയർ എനർജി. അപ്പോൾ ഇത്തരത്തിലുള്ള പലതരത്തിലുള്ള പവർ പ്ലാന്റുകൾ കേരളത്തിലും ഇന്ത്യയിലും ഒക്കെ ഉണ്ട്. ഇപ്പോൾ തെർമൽ പവർ പ്ലാന്റ് ആണെങ്കിൽ ബ്രഹ്മപുരത്ത്, കായംകുളം, കോഴിക്കോട് ഇവിടെയൊക്കെ ഉണ്ട് തെർമൽ പവർ പ്ലാന്റുകൾ. അതേപോലെ ന്യൂക്ലിയർ പവർ സ്റ്റേഷൻ കേരളത്തിലില്ല, ബട്ട് കായംകുളം അങ്ങനെയുള്ളതൊക്കെ കായംകുളമല്ല, കൂടംകുളം അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അതേപോലെ ഇന്ത്യയിലെ പല സ്ഥലങ്ങളിലും ഉണ്ട്. അപ്പോൾ ഇതിൽ നിന്നൊക്കെ എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, ഇലക്ട്രിസിറ്റി പ്രൊഡക്ഷൻ നടക്കുന്നുണ്ട്. ദെൻ അടുത്തത് നോക്കൂ, ഹോട്ട് ബോക്സ്. We can reduce the consumption of fuels by minimizing energy loss. Hot box is a very simple device to keep the food from losing its heat. If we keep the half-cooked food items in this box, they get cooked. It saves energy by preserving the heat inside it. സോ ഹോട്ട് ബോക്സ്, അതായത് ഇതിലെന്താ സംഭവിക്കുന്നത്, നമ്മുടെ എനർജി കൺസപ്ഷൻ നമുക്ക് കുറയ്ക്കാൻ പറ്റും. എങ്ങനെ, എനർജി വേസ്റ്റായി പോകുന്നത് തടഞ്ഞുകൊണ്ട്. അപ്പോൾ അതിനൊരു സിമ്പിൾ എക്സാമ്പിളാണ് ഹോട്ട് ബോക്സ്. അപ്പോൾ ഇതിൽ നമ്മൾ പകുതി വേവിച്ച കുക്കായി കഴിഞ്ഞാൽ ഫുഡ് ഇറക്കി വെച്ച് കഴിഞ്ഞാൽ കുറച്ച് സമയം കഴിയുമ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള ഹീറ്റ് അവിടെ തന്നെ നിലനിർത്തുകയാണ്. ആ ഹീറ്റ് പുറത്തേക്ക് പോവില്ല. അപ്പോൾ അത്തരത്തിൽ അതെന്ത് ചെയ്യും, ഹാഫ് കുക്കഡ് ആയിട്ടുള്ള ഫുഡ് ഫുള്ളായിട്ട് കുക്കാവും. അപ്പോൾ ഇങ്ങനെയുള്ള റൈസ് കുക്കറുകളൊക്കെ ഇപ്പോൾ നമ്മൾ കോമൺ ആയിട്ട് നമ്മുടെ വീടുകളിൽ ഉപയോഗിക്കുന്നതാണ്. അതായത് ഇപ്പോൾ ചോറ് വെക്കുകയാണെങ്കിൽ അരി എന്ത് ചെയ്താൽ മതി, തിളപ്പിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ ഇറക്കി വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നേരം കഴിയുമ്പം നമ്മൾ നോക്കുമ്പോഴത്തേനും ചോറ് എന്തായിട്ടുണ്ടാവും, കംപ്ലീറ്റ് ആയിട്ട് കുക്കായിട്ടുണ്ടാവും. അപ്പോൾ അത്രയും നേരമുള്ള നമ്മുടെ ഗ്യാസൊക്കെ ലാഭിക്കാം. അപ്പോൾ അതൊരു നല്ല മെത്തേഡാണ്. അപ്പോൾ അങ്ങനെ നമുക്ക് പലതരത്തിൽ സിമ്പിളായിട്ടുള്ള മെത്തേഡുകളിലൂടെ നമ്മുടെ എനർജി കൺസപ്ഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് പറ്റും. ദെൻ ഫ്യൂവൽസ് ഓഫ് ദ ഫ്യൂച്ചർ. യു ഹാവ് അണ്ടർസ്റ്റുഡ് the various uses of fossil fuels, haven't you? What are their limitations? അപ്പോൾ നമ്മൾ ഫോസിൽ ഫ്യൂവലുകളെക്കുറിച്ച് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ കുഴപ്പങ്ങളെക്കുറിച്ച് പറഞ്ഞു. എന്തൊക്കെയായിരുന്നു അതിൻ്റെ ലിമിറ്റേഷൻസ്? ഗെറ്റ് എക്സോസ്റ്റഡ് വിത്ത് യൂസ്, ഉപയോഗിച്ച് കഴിഞ്ഞാൽ തീരും, കുറച്ച് കാലം കൊണ്ട് അത് ഇല്ലാതെയാവും നമ്മൾ ഓൾറെഡി പറഞ്ഞു. അതുപോലെ തന്നെ അത് എന്തുണ്ടാക്കുന്നുണ്ട്, എൻവയോൺമെൻറ്റൽ പൊല്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു സാധനമാണ് ഫോസിൽ ഫ്യൂവൽ എന്ന് പറയുന്നത്. Then solar energy, wind and tidal waves are the energy sources without these limitations. അത് കഴിഞ്ഞ് നമ്മൾ പഠിച്ച നോൺ റിന്യൂവബിൾ ആയിട്ടുള്ളതല്ല, റിന്യൂവബിൾ ആയിട്ടുള്ള എനർജി സോഴ്സസ് ഏതൊക്കെ, ഈ പറഞ്ഞ പോലെ സോളാർ എനർജി, വിൻഡ് എനർജി ഒന്നും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നില്ല. അതായത് അത് എക്സോസ്റ്റഡായി പോകുന്നില്ല, അതേപോലെ എൻവയോൺമെൻറ്റൽ പൊല്യൂഷനും ഉണ്ടാക്കുന്നില്ല. ദെൻ ഈ സൺലൈറ്റ് അവൈലബിൾ എവരിവെയർ അറ്റ് ഓൾ ടൈംസ്. ഇനി ഇതിനും ചില പ്രശ്നങ്ങളുണ്ട്. അതായത് സൺലൈറ്റ് നമുക്ക് എല്ലാ കാലവും ഒരേ തീവ്രതയിൽ എല്ലാ സ്ഥലത്തും കിട്ടുമോ, ഇല്ല. അതായത് ഒരു വർഷം ഉണ്ടെങ്കിൽ ആ വർഷത്തിൽ പകുതി സമയം എന്തായിരിക്കും, സൺലൈറ്റ് കുറവുള്ള സമയമായിരിക്കും. പല സ്ഥലങ്ങളിലും സൺലൈറ്റ് വളരെ കുറച്ച് മാത്രം കിട്ടുന്ന സ്ഥലങ്ങളും ഉണ്ട്. അതേപോലെ ഈസ് ദ സ്പീഡ് ഓഫ് വിൻഡ് യൂണിഫോം. കാറ്റിൽ നിന്നുള്ള എനർജി ഉണ്ടാക്കുകയാണെങ്കിൽ കാറ്റ് എപ്പോഴും ഒരേ സ്പീഡിൽ വീശിക്കൊണ്ടിരിക്കണമെന്നുണ്ടോ, ഇല്ല. അതേപോലെ തന്നെ ടൈഡൽ വേവ്സ് എപ്പോഴും ഒരേപോലെ ഉണ്ടായിക്കൊള്ളണമെന്നുണ്ടോ, ഇല്ല. സോ വി കാൺട്ട് ജനറേറ്റ് ഇലക്ട്രിസിറ്റി ഓൾവേസ് അറ്റ് ദ സെയിം റേറ്റ് ഫ്രം ദീസ് സോഴ്സസ്. The scientists are in search for new energy sources that can overcome these limitations. അപ്പോൾ നമ്മൾ കുറേ റിന്യൂവബിൾ ആയിട്ടുള്ള എനർജി സോഴ്സസ് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിലും അവയൊന്നും നമുക്ക് ആവശ്യമായ അത്രയും എനർജി പ്രൊഡ്യൂസ് ചെയ്യാനുള്ള അത്രയും പവറുള്ള സാധനങ്ങളല്ല. അപ്പോൾ അതിന് നമുക്ക് വീണ്ടും പഴയ രീതിയിലുള്ള നോൺ റിന്യൂവബിൾ ആയിട്ടുള്ള മെറ്റീരിയലിനെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ സയൻറ്റിസ്റ്റിന് അതിന് വേണ്ടി പുതിയ സോഴ്സുകൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഹൈഡ്രജൻ, ബയോഡീസൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, ഹൈഡ്രജനൊക്കെ ഒരു ഭാവിയുടെ ഇന്ധനമായിട്ട് നമ്മൾ കരുതപ്പെടുന്ന സാധനമാണ് ഹൈഡ്രജൻ. ഹൈഡ്രജനൊക്കെ ഒരുപാട് ഉപയോഗങ്ങൾ ഭാവിയിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഇതേപോലെ ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്കിതിനെക്കുറിച്ചിട്ട് കളക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ ഇത്രയാണ് ഈ ചാപ്റ്ററിൽ
നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. ദെൻ ഇത് കൂടാതെ ഇത് കഴിഞ്ഞിട്ട് ലെറ്റസ് അസസ്സിൽ 2-3 ക്വസ്റ്റ്യൻ ഉണ്ട്, അതും കൂടി നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. അതിനുശേഷം ഈ വീഡിയോ അവസാനിപ്പിക്കാം. അപ്പോൾ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ എന്താ വരുന്നത്? കാറ്റഗറൈസ് ദ ഫോളോയിങ് ഐറ്റംസ് ഇൻ ടു അപ്രോപ്രിയേറ്റ് ഗ്രൂപ്പ്സ്, ഗീവ് ദ റീസൺ ഫോർ കാറ്റഗറൈസിങ് ദം. അപ്പോൾ ഈ താഴെ തന്നിരിക്കുന്ന ഐറ്റംസിനെ ഒന്ന് ഗ്രൂപ്പ് ആക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്താ നമുക്ക് ഗ്രൂപ്പ് ആക്കാൻ വേണ്ടി ഒരു ബേസ് വേണമല്ലോ, അത് നമുക്ക് എന്തായിട്ട് എടുക്കാം? റിന്യൂവബിൾ എനർജി സോഴ്സസും നോൺ റിന്യൂവബിൾ എനർജി സോഴ്സസും എടുത്താലോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു ടേബിൾ പോലെ ആക്കാം. റിന്യൂവബിളിൽ ഏതൊക്കെ വരും? സോളാർ എനർജി, ഇലക്ട്രിസിറ്റി ഫ്രം വിൻഡ്, ഹൈഡ്രോ ഇലക്ട്രിക് പവർ, ഇതൊക്കെ നമുക്ക് ഏതിൽ ഉൾപ്പെടുത്താം? റിന്യൂവബിളിൽ ഉൾപ്പെടുത്താം. അതേസമയം നോൺ റിന്യൂവബിളിൽ ഏതൊക്കെ പറയാം? പെട്രോള്, കോള്, ഡീസൽ, ഇത് മൂന്നും നമുക്ക് ഏതിൽ ഉൾപ്പെടുത്താം? നോൺ റിന്യൂവബിളിലും ഉൾപ്പെടുത്താം. അപ്പോൾ അങ്ങനെ ഒരു കാറ്റഗറൈസേഷൻ ചെയ്യാം. ദെൻ അടുത്തത്, കംപ്ലീറ്റ് ദ കൺസെപ്റ്റ് മാപ്പ് ബൈ ആഡിങ് ദ പ്രൊഡക്ട്സ് ഒബ്റ്റെയിൻഡ് വെൻ ക്രൂഡ് ഓയിൽ ഈസ് പ്രോസസ്ഡ്. ക്രൂഡ് ഓയിൽ അഥവാ അല്ലെങ്കിൽ പെട്രോളിയം, ക്രൂഡ് ഓയിലിന് തന്നെയാണ് പെട്രോളിയം എന്നും പറയാം കേട്ടോ. അപ്പോൾ അതിനെ പ്രോസസ്സ് ചെയ്ത് ഒരുപാട് ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുമെന്ന് പറഞ്ഞു. നമ്മൾ ഓൾറെഡി കുറച്ചെണ്ണം ഡിസ്കസ് ചെയ്തതാണ്. അത് വെച്ചിട്ട് ഇത് കംപ്ലീറ്റ് ആക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. 2-3 തന്നിട്ടുണ്ട്. ബിറ്റുമിൻ, നാഫ്ത, പാരഫിൻ, ഇതൊക്കെ തന്നിട്ടുണ്ട്. അതുകൂടാതെ നമുക്ക് വേറെ എന്തൊക്കെ ആഡ് ചെയ്യുക അതിൽ? പെട്രോള്, ഡീസല്, കെറോസിൻ, ജെറ്റ് ഫ്യൂവല്, പെട്രോളിയം ജെല്ലി, ഗ്യാസോലിൻ, ഇതൊക്കെ നമുക്ക് എന്തിൽ ഉൾപ്പെടുത്താം? ഇതിൽ കൂട്ടിച്ചേർക്കാവുന്നതാണ്. അപ്പോൾ അതൊക്കെ എഴുതിയിട്ട് നമുക്കിത് ഫില്ല് ചെയ്യാം. ഓക്കെ. ദെൻ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, പീപ്പിൾ സ്റ്റിൽ യൂസ് ഓപ്പൺ ഹെർട്സ് ഡോണ്ട് ദേ? വാട്ട് ക്യാൻ ബി ഡൺ ടു ഇംപ്രൂവ് ദ എഫിഷ്യൻസി ഓഫ് ദിസ്? അതായത് നമ്മുടെ സാധാരണ അടുപ്പ് ഇപ്പോഴും ആൾക്കാർ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ എഫിഷ്യൻസി കൂട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്നാണ് ചോദിക്കുന്നത്. നമുക്ക് കുറച്ച് പോയിൻറ്റുകൾ എന്തൊക്കെ എഴുതാം? എൻഷുർ എയർ ഫ്ലോ, നന്നായിട്ട് നമ്മൾ ഓൾറെഡി പറഞ്ഞു എയർ പ്രസൻ്റ് ആണെങ്കിൽ മാത്രമേ നന്നായിട്ട് കത്തുള്ളൂ. അപ്പോൾ എപ്പോഴും അടുപ്പിൽ എന്ത് ചെയ്യാം? എയർ ഫ്ലോ നമുക്ക് ഉറപ്പുവരുത്താം. അതുപോലെ തന്നെ റെഗുലർ മെയിൻ്റനൻസ് ആൻഡ് ക്ലീനിങ്, എപ്പോഴും എന്ത് ചെയ്യണം? അതിലുള്ള കേടുപാടുകൾ തീർക്കുകയും അതുപോലെ ക്ലീൻ ആയിട്ടിരിക്കുക. അതായത് പുകക്കുഴലൊക്കെ ഉണ്ടാവും, ചിമ്മിനിയൊക്കെ ഉണ്ടാവും അല്ലേ, അതൊക്കെ എന്ത് ചെയ്യണം? നന്നായിട്ട് ക്ലീൻ ചെയ്ത് വെച്ചാൽ മാത്രമാണ് അടുപ്പ് നന്നായിട്ട് കത്തുള്ളൂ. അതേപോലെ യൂസ് സീസൺഡ് ഫയർവുഡ്, നല്ല ഉണങ്ങിയിട്ടുള്ള വിറക് ഉപയോഗിക്കുമ്പോഴാണ് നന്നായിട്ട് കത്തുക. അപ്പോൾ എഫിഷ്യൻസി കൂട്ടാൻ വേണ്ടിയിട്ട് നല്ല സീസൺഡ് ആയിട്ടുള്ള ഫയർവുഡ് യൂസ് ചെയ്യണം. ദെൻ യൂസ് മോർ എഫിഷ്യൻറ്റ് മോഡൽസ്, നമുക്ക് വേറെ എന്തും പറയാം? പുതിയ തരത്തിലുള്ള അടുപ്പുകളുണ്ട്. ഇപ്പോൾ പണ്ട് ഉപയോഗിച്ചിരുന്ന അടുപ്പല്ലാതെ പുതിയ തരത്തിലുള്ള ആലുവ അടുപ്പുകൾ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കാണാറില്ലേ. അപ്പോൾ അങ്ങനെയുള്ള പുതിയ മോഡൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ അതും കൂടുതൽ എഫിഷ്യൻ്റ് ആയിട്ട് വരും. സോ ഈ പോയിൻറ്റുകളൊക്കെ നമുക്ക് ഈ ക്വസ്റ്റ്യന് ആൻസറായിട്ട് എഴുതാവുന്നതാണ്. അപ്പോൾ നമ്മൾ 6ാമത്തെ ചാപ്റ്റർ വളരെ ഡീറ്റെയിൽ ആയിട്ട് 2 പാർട്ടായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. മുമ്പത്തെ പാർട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ഇല്ലെങ്കിൽ ഞാൻ കമൻറ്റിൽ ലിങ്ക് കൊടുക്കാം, അതിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാം. അപ്പോൾ കൂടുതൽ വീഡിയോസ് കാണുന്നതിനായി നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നു. അതേപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും ശ്രമിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിലൂടെ അറിയിക്കാവുന്നതുമാണ്. സോ താങ്ക് യു ഫോർ വാച്ചിങ്.